പ്ലസ് ടു ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്, ഫിനോട്ടിപ്പിക് റേഷ്യോ എന്താണ്, ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ് തുടങ്ങിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീനിൻ്റെ ഇൻഹെറിറ്റൻസ്. ജീൻ എന്ന് പറയുമ്പോൾ DNA ഒരു പാർട്ടാണ്. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെൻ്റിൽ 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെയാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിലെന്താണ്, സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് 2 ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു, ടോളും ഡാർഫും. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിനെയാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഇതിൽ ക്രോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. മെൻ്റിലെ ടോൾ പീ പ്ലാന്റിനെയും ഡോർഫ് പീ പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. അതായത് പൊക്കം കൂടിയ പയർച്ചെടിയെയും പൊക്കം കുറഞ്ഞ പീ പ്ലാന്റിനെയും എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ സീഡിനെ കളക്ട് ചെയ്തു. സോ ആ ക്രോസിങ്ങിലൂടെ കിട്ടിയ സീഡ്സിനെ നിന്നും എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ അല്ലെങ്കിൽ ഫിലിയൽ ഓർ F1 ജനറേഷനിലുള്ള പ്ലാന്റ്സിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, F1 ജനറേഷനിലുള്ള എല്ലാ പ്ലാന്റ്സും എന്താണ്, ടോളാണ്. അതായത് പൊക്കം കൂടിയ പ്ലാന്റ്സ് ആണ് എല്ലാം. പിന്നെ അദ്ദേഹം ഈ F1 പ്ലാന്റ്സിനെയൊക്കെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി. സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, അദ്ദേഹം കണ്ടുപിടിച്ചത് F2 ജനറേഷനിൽ ചില പ്ലാന്റ്സ് ഒക്കെ എന്താണ്, ഡോർഫാണ്. അതായത് പൊക്കം കുറഞ്ഞ ചെടികൾ കിട്ടി. ടോളിനോടൊപ്പം തന്നെ ഡോർഫ് പ്ലാന്റ്സും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് F1 ജനറേഷനിലുള്ള എല്ലാ പ്ലാന്റ്സും ടോളാണ്. F2 ജനറേഷൻ ആയപ്പോൾ എന്താണ്, ടോൾ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡോർഫ് പ്ലാന്റ്സും അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ 1/4 ആണ് ഡോർഫ് പ്ലാന്റ്സ്, പൊക്കം കുറഞ്ഞ ചെടികൾ 1/4 ആണ്. ടോൾ പ്ലാന്റ്സ്, പൊക്കം കൂടിയ ചെടികൾ 3/4 ആണ്. മീൻസ് സപ്പോസ് 4 ചെടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം ടോളും ബാക്കി ഒരെണ്ണം എന്താണ്, ഡോർഫും ആണ്, പൊക്കം കുറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലുള്ളത്. പാരൻ്റൽ പ്ലാന്റ്സിൽ നിന്നും ടോളും ഡോർഫും തമ്മിൽ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. എന്നിട്ട് F1 ജനറേഷനിൽ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചത് എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു. എന്നിട്ട് വീണ്ടും അതിനെ സെൽഫിൻ ചെയ്തു. എന്നിട്ട് F2 ജനറേഷൻ ആയപ്പോൾ അദ്ദേഹത്തിന് ടോൾ പ്ലാന്റ്സും പിന്നെ ഡാർഫ് പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് ഈ ഒരു ഡയഗ്രത്തിലും കാണിച്ചിരിക്കുന്നത്. മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്, ഇങ്ങനെയുള്ള ക്രോസിംഗ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ടെസ്റ്റ് ക്രോസ് ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. ചിലപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് വഴി ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് നോക്കാം. ഫസ്റ്റ് പാരൻ്റൽ ജനറേഷൻ എടുക്കുക. അതായത് ടോൾ പ്ലാന്റിനെ ഡോർഫ് പ്ലാന്റുമായിട്ടാണ് ക്രോസ് ചെയ്യിപ്പിക്കേണ്ടത്. പൊക്കം കൂടിയ ചെടിയെ പൊക്കം കുറഞ്ഞ ചെടിയായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ജീനിനെ അല്ലെങ്കിൽ അതിൻ്റെ അലീൽസിനെ നമുക്ക് ടോളിൻ്റെ അലീലിനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. ദെൻ ഡോർഫിൻ്റെ അലീലിനെ സ്മാൾ ടി എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഗ്യാമേറ്റ് എടുക്കാം. ഗ്യാമേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടിയിൽ എത്ര ഗ്യാമേറ്റ്സ് ആണോ ഉള്ളത്, 2 ഗ്യാമേറ്റ് ഉണ്ട്. ക്യാപിറ്റൽ ടി തന്നെയാണ്. ഡോർഫിലും ഇതേപോലെയാണ്, സ്മാൾ ടി എഴുതുക. എന്നിട്ട് എന്താണ്, ഇതിൻ്റെ F1 ജനറേഷൻ എടുക്കുക. F1 ജനറേഷൻ എന്ന് പറയുമ്പോൾ ടോളിന് 2 ഗ്യാമേറ്റ്സ് ആണ്, ക്യാപിറ്റൽ ടി. ഡോർഫിന് 2 ഗ്യാമേറ്റ്, സ്മാൾ ടി തമ്മിൽ ക്രോസ് ചെയ്യുക. ക്യാപിറ്റൽ ടി ടോളിൻ്റെ ക്യാപിറ്റൽ ടിയും ഡോർഫിൻ്റെ സ്മാൾ ടി ആയിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് കിട്ടും. അടുത്ത ക്യാപിറ്റൽ ടി അതിൻ്റെ അപ്പുറത്തെ സ്മാൾ ടി ആയിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് കിട്ടും. അപ്പോൾ F1 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് കിട്ടും. അപ്പോൾ F1 ജനറേഷനിൽ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത്. ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറഞ്ഞാൽ ടോളാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാലും ടോളാണ്. അപ്പോൾ ടോൾ പ്ലാന്റ്സ് ആണ് F1 ജനറേഷനിൽ കൂടെ കിട്ടിയത്. ഇനി ഇതിനെ എന്ത് ചെയ്യുക, സെൽഫ് പോളിനേഷൻ ചെയ്യുക. അതായത് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. ടോൾ പ്ലാന്റ്സിനെ അതേ ടോൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി സ്മാൾ ടീനെ വീണ്ടും ഒന്നുകൂടെ ക്യാപിറ്റൽ ടി സ്മാൾ ടി വെച്ച് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്യാമേറ്റ്സ് എഴുതുക. അപ്പോൾ ഇതിലെന്താണ്, 2ൽ കൂടുതലുണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ ഗ്യാമേറ്റ്സ് എഴുതാനായിട്ട് നമ്മൾ പന്നൽ സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പന്നൽ സ്ക്വയർ ഇതേപോലെ എന്ത് ചെയ്യുക, വരയ്ക്കുക. എന്നിട്ട് F2 ജനറേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതേപോലെ സ്ക്വയർ ബോക്സസ് വരച്ചിട്ട് ഒരു സൈഡിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടിയും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് എഴുതുക. എന്നിട്ട് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ടിയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി എന്ന് കിട്ടും, അത് ടോളാണ്. അടുത്തതിൽ ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയും കൂടെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് കിട്ടും, അത് ടോളാണ്. വീണ്ടും എന്താണ്, ക്യാപിറ്റൽ ടി സ്മാൾ ടിയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് കിട്ടും, അത് വീണ്ടും ടോളാണ്. അടുത്ത് സ്മാൾ ടി തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സ്മാൾ ടി എന്നായിരിക്കും വരിക, അത് ഡോർഫാണ്. അതായത് പൊക്കം കുറഞ്ഞ പ്ലാന്റ് ആണ്. അപ്പോൾ F2 ജനറേഷനിൽ നമുക്ക് 3 ടോൾ പ്ലാന്റും 1 ഡാർഫ് പ്ലാന്റും കിട്ടി. അപ്പോൾ ഈ 3 ടോൾ പ്ലാന്റ് 1 ഡാർഫ് പ്ലാന്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ. അതായത് ഫിസിക്കലായിട്ട് ടോൾ ഡാർഫ് പൊക്കത്തിൻ്റെ ബേസിസിൽ പറയുന്ന അങ്ങനെയുള്ള കാര്യത്തിനെയാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടോളും
ഒരു ഡാർഫും ടോൾ ഈസ് ടു ഡാർഫ് എടുക്കുമ്പോൾ 3:1 ആണ് റേഷ്യോ വരുന്നത്. അതാണ് ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറയുന്നത് ജീനാണ്. അപ്പോൾ അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ടോൾ പ്ലാന്റ് ഉണ്ട് എത്ര ഡോർഫ് പ്ലാന്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണം എടുത്താൽ മതിയെന്ന്. നേരത്തെ കേസിൽ 3 ടോളും 1 ഡാർഫും. അപ്പോൾ റേഷ്യോ എത്രയാണ്? 3:1 ആണ് ഫിനോട്ടിപ്പിക് റേഷ്യോ. ഇതിൽ ജീനോട്ടിപ്പിക് റേഷ്യോയുടെ കാര്യം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ജീൻസ് ആണ്. എത്ര ക്യാപിറ്റൽ ടി ഉണ്ട്, എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, എത്ര സ്മോൾ ടി ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഇതിൽ എത്ര ക്യാപിറ്റൽ ടി ഉണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞ് എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞ് എത്ര സ്മോൾ ടി ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പരിപാടി തീരും. ഫസ്റ്റ് നമുക്ക് എത്ര ക്യാപിറ്റൽ ടി ഉണ്ടെന്ന് നോക്കാം. എത്ര ക്യാപിറ്റൽ ടി ഉണ്ട്? 1 ഉണ്ട്. സോ 1 എന്ന് ഫസ്റ്റ് കൊടുക്കുക. അടുത്ത എത്ര ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്? 2 അല്ലേ, അപ്പോൾ 2 കൊടുക്കുക. ഇത് ലാസ്റ്റ് ആയിട്ട് എത്ര സ്മോൾ ടി എത്ര ഡാർഫാണുള്ളത്? 1 അല്ലേ, അപ്പോൾ 1 കൊടുക്കുക. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 1:2:1. 1:2:1 ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. രണ്ടും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോൾ ഈസ് ടു ഡാർഫ് ആണ്, അതായത് 3:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇവരുടെ റേഷ്യോ ആണ്, അതായത് 1:2:1 ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസിലെ റേഷ്യോ എന്ന് പറയുന്നത്. ഡൈ ഹൈബ്രിഡിൽ വേറെയാണ്, മോണോ ഹൈബ്രിഡ് ക്രോസിലാണ് ഈ റേഷ്യോ. മെൻഡൽ ഇതിനെ വിളിച്ചത് ഫാക്ടേഴ്സ് എന്നാണ്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിൽ ഗാമേറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന അതിനെ ഫാക്ടേഴ്സ് എന്നാണ് മെൻഡൽ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായതാണ്, നമ്മൾ ഇപ്പോൾ അതിനെ പറയുന്ന പേരാണ് ജീൻസ്. ഇൻഹെറിറ്റൻസിൻ്റെ ബേസിക് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ജീൻസ് ആണ്. അപ്പോൾ എന്താണ്, ഒരു പ്രത്യേക തരം ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്യുന്ന ജീൻസിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെ കോഡ് ചെയ്യുന്ന ഒരു കൂട്ടം ജീൻസിൻ്റെ പേരിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ജീൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആൽഫബറ്റിക്കൽ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലും സ്മാൾ ലെറ്റേഴ്സിലും ഒക്കെ നമുക്ക് ജീൻ റെപ്രസെൻറ്റേഷൻ നടത്താനായിട്ട് സാധിക്കും. അതിൽ ഒരു എക്സാമ്പിളാണ് ക്യാപിറ്റൽ ടി. നമ്മൾ F1 ജനറേഷനിൽ കണ്ട കാര്യമാണ്. പിന്നെ സ്മാൾ ടി നമ്മളെന്താണ് നമുക്കറിയാം, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടോൾ ആണ്. സ്മാൾ ടി എന്ന് പറഞ്ഞാൽ ഡോർഫ് ആണെന്ന് അറിയാം. F1 ജനറേഷനിലെ എല്ലാ പ്ലാന്റ്സും ടോൾ ആയിരുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ മെൻഡൽ പറഞ്ഞൊരു കാര്യം എന്താണ്, ട്രൂ ബ്രീഡിങ്ങിൽ, അതായത് സ്വയമേ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടത്താൻ സാധിക്കുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സിന്, ടോളും ഡാർഫ് വെറൈറ്റീസിനും എന്താണ് അതിൻ്റെ ജീൻസിൻ്റെ അലീലിക് പെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിരിക്കും. ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി ഇത് എന്തായിരിക്കും? ഹോമോസൈഗസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹോമോ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ആണ്. സൈഗസ് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള അലീലിക് പെയേഴ്സ് ഉള്ള ഇതാണ്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ടോളും ഡാർഫും എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ, ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഫിനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ട്രേറ്റ്സ് ഉള്ള ഇങ്ങനെയുള്ള ഹൈബ്രിഡ്സിനെ അല്ലെങ്കിൽ വ്യത്യസ്ത അരിയിലുള്ള ഈ ഒരു ഹൈബ്രിഡിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോസൈഗസ്. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിൽ വ്യത്യസ്ത അരിയിലാണ്, ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മാളും. അതേസമയം ക്യാപിറ്റൽ ടി എടുത്താൽ 2 സെയിം ടൈപ്പ് അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ ഹോമോസൈഗസ് എന്ന് പറയുന്നത്. അപ്പോൾ F2 ഹൈബ്രിഡിൻ്റെ മോണോ ഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആണ്, അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോയാണ്. പിന്നെ 1:2:1 എന്ന് പറയുന്നത് അതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോയും ആണ്. മെൻഡൽ മോണോ ഹൈബ്രിഡ് ക്രോസ് കണ്ടക്ട് ചെയ്തത് പന്നറ്റ് സ്ക്വയറിലാണ് അല്ലെങ്കിൽ ചെക്കർ ബോർഡിലാണ്. സെയിം പെയർ ആണെങ്കിൽ ഹോമോസൈഗസ് ആണ്, അതായത് ഒരേ ജോഡിയാണെങ്കിൽ. ക്യാപിറ്റൽ ടി സെയിം അല്ലേ, അവർ ഹോമോസൈഗസ് ആണ്. സ്മോൾ ടി സെയിം ആണല്ലോ, അവരും ഹോമോസൈഗസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയർ ആണെങ്കിൽ അവരാണ് ഹെട്രോസൈഗസ്. ഹെട്രോ മീൻസ് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്ത. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിൽ ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മാളും അല്ലേ, അവർ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അത് ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ എല്ലാവർക്കും മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും എങ്ങനെയാണ് അതിലൂടെ ഫിനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള ക്രോസുകൾ, ടെസ്റ്റ് ക്രോസ്, പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ്, കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സും മെൻഡലിയൻ ഡിസോർഡേഴ്സും, പിന്നെ എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാൻ. സോ അതൊന്നും വിടാതെ എന്താണ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ദിവസം കൂടിയാണുള്ളത് ബോർഡ് എക്സാംസിന്. CBSE ആയിരുന്നാലും സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആയിരുന്നാലും ശരി, എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക.
എല്ലാവർക്കും താങ്ക് യു.